മനാഫിനെക്കുറിച്ച് ഇനിയൊരു വീഡിയോ ചെയ്യണ്ട എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ എന്താ ചെയ്യാൻ കഴിയുക? ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാലും എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോയി. ഇങ്ങനെയും കുറേ ജീവികൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ, ആർക്കും തടയിടാൻ കഴിയാതെ ഇങ്ങനെ തടിച്ച് കൊഴുത്ത് വളർന്നു വരുന്ന ഇതുപോലത്തെ ചിന്താധാരയുള്ളവർ എത്രമാത്രം മ്ലേച്ഛമാണെന്ന് ആലോചിച്ചൊക്കെ. അത് കണ്ടപ്പോൾ പിന്നെ നമ്മളെപ്പോലെ പാവങ്ങൾക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ. ആ ചേച്ചി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടുവെക്കാം. എന്താണ് കാര്യം നമുക്കറിയണമല്ലോ. വല്ലാത്തൊരവസ്ഥ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം. എനിക്ക് സംശയങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അർജുനനെ ജീവനോടെയല്ല കിട്ടിയത്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ചേച്ചിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടുപോകാം. അതായത് അർജുനനെ ജീവനോടെയല്ല കിട്ടിയത്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ സ്നേഹാദരങ്ങൾ കിട്ടുന്നത്? അല്ല, നിങ്ങൾ ഓരോ സ്റ്റേജുകാരും ഞങ്ങളുടെ സ്റ്റേജില് ഇവരാ മാലയിട്ട് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതും ഒക്കെ നമുക്ക് അർജുനെ നേരിട്ട് നമുക്ക് അവരെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ലായിരുന്നു. അവരെ പൂമാല ഇട്ടിട്ടെങ്കിലും സ്വീകരിക്കായിരുന്നു. നേരിട്ട് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് പൂമാല ഇട്ടങ്ങ് സ്നേഹിക്കായിരുന്നു, സുഹൃത്തുക്കളെ നമുക്ക് സ്നേഹിക്കണ്ടായിരുന്നെന്നാണ് പറഞ്ഞു വരുന്നത്. അർജുൻ മരിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഈ മനാഫിന സ്നേഹാദരം, സെൻഡ് ഓഫ്, ഇതൊക്കെ ചെയ്യാൻ മാത്രം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ള കേരളത്തിലെ വിഡ്ഢികളോടാണ് ചോദിക്കുന്നത്. അർജുന ജീവനോടെയല്ല കിട്ടിയത്. 72 ദിവസം. ആ 72 ദിവസം എങ്ങനെ ലേറ്റായി എന്നുള്ളത് കർണാടക സർക്കാർ കൃത്യമായിട്ട് ഒരു മറുപടി പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അല്ലെ സുഹൃത്തുക്കളെ? ആഹാ, എന്തൊരു നല്ല ന്യായം. വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന, മനാഫിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ കുടുംബത്തോടൊപ്പം, അതായത് ആ കുടുംബത്തിന് ഒരാളാണ് നഷ്ടപ്പെട്ടത്. ആ ആള് നഷ്ടപ്പെട്ടിട്ടും ഇവരെ പോലെയുള്ള ആൾക്കാരെ സ്നേഹാദരങ്ങൾ പിടിച്ചു വാങ്ങുമ്പോൾ ഓരോ ദിവസം അർജുന്റെ ഓർമ്മ പിന്നെയും വരിക ചെയ്യാം അല്ലേ? അപ്പൊ അതാണ് ആ പിന്നെയും വരിക ചെയ്യാം അല്ലേ? അപ്പൊ അതാണ് ആ വീട്ടുകാർ പറഞ്ഞത്. ഇവരെന്താ ചെയ്യുന്നത്? മുതലെടുക്കല്ലേ ചെയ്യുന്നത്? നാണവും മാനമില്ലാത്തൊരു ഡാഷിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവർ പറയുന്നതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഉത്സാഹമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇത്രമേൽ വർഗീയ ചിന്താഗതി കൊണ്ട് നടക്കുന്നവർ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലജ്ജിച്ച് ചിലതായിട്ടേണ്ടി വരും. ഒരു ബുദ്ധി എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ല എന്ന് ഇവരുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം. എന്ത് ചെയ്യാനാണ്? ചില ചാണകക്കുഴിയിൽ പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ പറയാനൊന്നും പറ്റില്ല. ഇതായിരിക്കും ഈ ചാണകക്കുഴി വീഴുന്ന എല്ലാവരും എന്താ ഇങ്ങനെ മന്ദബുദ്ധികളായിപ്പോയെന്ന് ഞാൻ ആലോചിക്കാം. മനാഫിനെ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത തെറ്റെന്താണ്? കേരളത്തിലെ ജനങ്ങൾ ചെയ്ത തെറ്റ്, മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ യൂട്യൂബ് ചാനൽ എല്ലാവരും കൂടെ അങ്ങ് വിജയിപ്പിച്ചു കൊടുത്തു. 1. പിന്നെ മനാഫ് എന്ന് പേര് മനാഫായിപ്പോയി. 2. ഈ മനാഫ് അവിടെ കാത്തു നിന്നതാണ് ഏറ്റവും വലിയ തെറ്റായിപ്പോയത്. ഇനി എങ്ങാണം നമ്മളെ എന്താ പറയുക, മറ്റേ സൂപ്പർമാനെ പോലെ രക്ഷിച്ചുകൊണ്ട് 71 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരാളായിരുന്നുവെങ്കിൽ മനാഫിനെ ആരാക്കിയാണ് വലിയ വലിയ ആദരവ് കൊടുക്കാമെന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, 71 ദിവസം മണ്ണിനടിയിൽ ഒരു മനുഷ്യൻ കിടക്കുമ്പോൾ ആ മനുഷ്യന് വേണ്ടി കാത്തു നിന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനായിരുന്നു മനാഫ്. അതുകൊണ്ടാണ് മനാഫിനെ എല്ലാവരും, അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാരണമാണ് മനാഫിനെ എല്ലാവരും ഹൃദയത്തിലേറ്റിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ മനാഫിനെ കുറിച്ച് എത്രമാത്രം മേച്ചമായ രീതിയിലാണ് ഇവർ പറഞ്ഞു പരത്തുന്നത്. ഒരാളാണ് നഷ്ടപ്പെട്ടത്. ആ ആള് നഷ്ടപ്പെട്ടിട്ടും ഇവരെ പോലെയുള്ള ആൾക്കാരെ സ്നേഹാദരങ്ങൾ പിടിച്ചു വാങ്ങുമ്പോൾ ഓരോ ദിവസം അർജുന്റെ ഓർമ്മ പിന്നെയും വരിക ചെയ്യാം അല്ലേ? അപ്പൊ അതാണ് ആ വീട്ടുകാർ പറഞ്ഞത്. ഇവനെന്താ ചെയ്യുന്നത്? മുതലെടുക്കല്ലേ ചെയ്യുന്നത്? നാണവും മാനമില്ലാത്തൊരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനാഫിനെ ചിത്രീകരിക്കാം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അവൻ അത്രക്കും നല്ലതാണെങ്കിൽ അയ്യോ എൻ്റെ ഒരു ഉറ്റ ഫ്രണ്ടാണ് പോയത്, നമ്മൾ ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്. കാരണം നമുക്ക് ആ കുടുംബത്തിനോടൊപ്പം ആ ഒരു ഇതിലേക്ക് പങ്കുചേരാം എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നതിന് പകരം നാട് നീളെയാണ് സ്നേഹാദരങ്ങൾ. ആലോചിച്ച് എവിടത്തെ സാധനമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ ഉള്ള ആളുകളാണ് ഈ നല്ല കേരളത്തെ വെട്ടിമുറിച്ച് ചാമ്പലാക്കരുതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മനാഫ് ആളുകളിൽ നിന്ന് സ്നേഹം പിടിച്ചു വാങ്ങുന്നു. അതെ, മനാഫ് പിടിച്ചു വാങ്ങിയത് അദ്ദേഹം പോയി പൈസ കൊടുത്തിട്ടല്ല. നമ്മളൊക്കെ ഹൃദയമറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട്, അദ്ദേഹത്തിൻ്റെ അത്രയും നാളത്തെ അദ്ദേഹത്തിൻ്റെ ത്യാഗം കണ്ടിട്ടാണ് നമ്മളൊക്കെ അദ്ദേഹത്തിന് അടുത്തതും സ്നേഹിച്ചതും അദ്ദേഹത്തിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തതും. ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ വളർച്ച കാണുമ്പോൾ വല്ലാത്ത അസൂയ തോന്നുന്നുണ്ട്.
ഇതുപോലത്തെ ചേച്ചിമാരൊക്കെ അസൂയ മൂത്തിട്ട്. കാരണം മറ്റൊന്നുമല്ല, പേര് വേറൊരു പേരാകാത്തതുകൊണ്ട്, മുസ്ലിം പേരായതുകൊണ്ടും മുസ്ലിം ആയതുകൊണ്ടും മാത്രം മനാഫിനോട് ഇത്ര കടിച്ചു കീറുന്നൊരവസ്ഥ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടതാണല്ലോ കാര്യങ്ങളൊക്കെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും അവസാനം മനാഫും ആ കുടുംബവും തമ്മിൽ രമ്യതയിലൂടെ പരിഹാരം കണ്ടെത്തിയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതുപോലെയുള്ള ചേച്ചിമാർ മുതലാക്കാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നില്ല. എന്ത് ചെയ്യാനാ? പിന്നെ പറയാനുള്ളത്, ഇത് കേരളമാണ്. നിങ്ങളുടെ മറ്റുള്ള സ്ഥലങ്ങൾ പോലെ കേരളത്തെ നിങ്ങൾ വിഘടിപ്പിക്കാൻ നിന്നാൽ ഇതൊരിക്കലും അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നിടത്തേക്ക് വരില്ല. ഇത് സ്നേഹിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, നല്ലവർ വസിക്കുന്ന നല്ല സ്ഥലമാണ്. ഇവിടേക്ക് നിങ്ങളുടെ ഇങ്ങനെയുള്ള വിഷയമായിട്ട് കടന്നു വന്നാൽ നല്ലവരായ ഒരാളും ഏറ്റെടുക്കുകയില്ല. നമുക്കറിയാം, അർജുൻ്റെ മരണത്തിൽ ഒരുപാട് പേര് ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ആ അർജുൻ്റെ വേർപാടിൽ വിഷമിച്ചവരാണ്. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാത്തിലും മതം കുത്തിക്കയറ്റുന്ന ഇവരുടെ സ്ഥിരം ഒരു കണ്ടുവരുന്ന ഒരു സ്വഭാവമായിരുന്നു. എല്ലാത്തിലും ഇങ്ങനെ ഇലങ്കോലിട്ട് നോക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കും, നോക്കിയിട്ട് കിട്ടുന്നെങ്കിൽ ഇങ്ങനെ ഇടിച്ചു കയറ്റാൻ വേണ്ടി. പക്ഷേ എല്ലായിടത്തും പരാജയപ്പെട്ടു പോകുന്നതാണ് നമുക്ക് കണ്ടുവരുന്നത്. വല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് കേരള പോലീസിനോടാണ്. കേരള പോലീസ് മനാഫിനെതിരെ കേസൊക്കെ എടുത്തൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ? എന്താണ് മനാഫ് ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത് ഇതുപോലത്തെ ചേച്ചിമാർക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു കേസ് പോലും വരാത്തതും ഒന്നും എടുക്കാത്തതെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഈ രീതിയിലൊക്കെ സമൂഹത്തിൽ സ്പർദ്ധ പലർത്തുന്നവരുണ്ടാകുമ്പോഴാണ് നമ്മൾ ആലോചിച്ച് നോക്കുക വളരെ വളരെ അനീതികളും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എന്ന് അടിവരയിട്ട് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള ചേച്ചിമാരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളാരും ആ ചാണാക്കുഴിയിൽ പോയി വീഴാതെ സൂക്ഷിക്കണം. വളരെ ഒന്ന് വീണു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. ബുദ്ധിയുമില്ല, എന്താ പറയുന്നതെന്നുള്ള ഒരു ബോധവും സ്വയബോധം നഷ്ടപ്പെട്ടു പോകും. അതാണ് അവിടെ വീഴുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രത്യേക തരമായി കാണപ്പെടുന്നൊരു കാര്യം. എന്താ ചെയ്യുക? ആരോട് പറഞ്ഞാൽ മനസ്സിലാവുന്നവരല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇനി ഏതായാലും പുതിയ വാർത്തയുമായി പുതിയ രീതിയിൽ നമുക്ക് വീണ്ടും കുത്തിരിപ്പുണ്ടാക്കാൻ വീണ്ടും കണ്ടുമുട്ടാം.